നമസ്തേ, എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് നമുക്ക് വാടക വരുമാനങ്ങൾ കിട്ടുകയാണെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നാണ് അതിന് ഇൻകം ടാക്സ് ആക്ടിൽ പറയുക. അങ്ങനെ പുതിയ ആക്ട് അനുസരിച്ച്, അതായത് ഇൻകം ടാക്സ് ആക്ട് 2025 അനുസരിച്ചിട്ട് എന്തൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ്, എന്തൊക്കെ നമ്മൾ ചെയ്യണം, അതിനെപ്പറ്റിയുള്ള ചെറിയൊരു വിശദീകരണങ്ങളാണ് ഞാനിവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇൻകം ടാക്സ് അനുസരിച്ചിട്ട് ഒരു 5 ഹെഡ്സ് ഓഫ് ഇൻകം ഉണ്ട്. അതിൽ നമുക്ക് വാടക വരുമാനങ്ങൾ, അതായത് നമുക്കൊരു വീട് വാടക കൊടുക്കുക, ഒരു കട വാടക കൊടുക്കുക, അങ്ങനത്തെയൊക്കെ ഒരു വരുമാനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ ഒരു ലാൻഡിൽ നിന്നൊരു വരുമാനം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിനൊക്കെ അത് നമ്മൾ കാണിക്കേണ്ട ഫിഗർ എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഹെഡ്സ് ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയാണ്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന രീതിയിലാണ് കാണിക്കേണ്ടത്. സോ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, നമുക്ക് എന്താണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ, അതിനകത്ത് അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു ബിൽഡിംഗ് ആണ്. ഒരു ബിൽഡിംഗ് നമുക്ക് എന്തായാലും വേണം. നമുക്കൊരു ബിൽഡിങ് എന്തായാലും അത്യാവശ്യമായിട്ട് അവിടെ വേണം. ഒരു ലാൻഡിൽ ഒരു ബിൽഡിങ് എന്തായാലും അത്യാവശ്യം വേണം. അതിൻ്റെ കൂടെ ഒരു ലാൻഡ് ഉണ്ടെങ്കിൽ വിഷയമല്ല. അതായത് ഒരു ബിൽഡിങ്ങും അതിനോടനുബന്ധിച്ചൊരു ലാൻഡിൽ നിന്നും നമുക്കൊരു വരുമാനങ്ങൾ, ഒരു റെൻ്റൽ ഇൻകം വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലാണ് ഇൻക്ലൂഡ് ചെയ്ത് പോകേണ്ടത്. അതേസമയം നമുക്കൊരു വേക്കൻറ്റ് ലാൻഡ്, നമുക്കിപ്പോൾ വെറുതെ ഒരു ലാൻഡ് മാത്രമായിട്ടാണ് ഇരിക്കുന്നത്, അതിൻ്റെ അകത്ത് ഇപ്പോൾ നമുക്ക് ലാൻഡ് ഉണ്ടാവും, അതിൻ്റെ അകത്ത് വണ്ടികളൊക്കെ വെക്കാനുള്ള സ്റ്റോക്ക് യാർഡായിട്ട് നമ്മൾ വാടക കൊടുക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ മാത്രമാണെങ്കിൽ, ഒരു ലാൻഡ് മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ അത് ഹൗസ് പ്രോപ്പർട്ടി ഇൻകം അല്ല. അത് ഹൗസ് പ്രോപ്പർട്ടീൻ്റെ ബെനിഫിറ്റ്സോ അതിൻ്റെ ഒന്നും അതിൻ്റെ അകത്ത് കിട്ടില്ല. അത് അതിൻ്റെ അകത്തല്ല കാണിക്കേണ്ടത്. അത് വേറെ തന്നെയായിട്ട് ഇൻകം ഫ്രം അതർ സോഴ്സ് എന്നൊരു ഹെഡിലാണ് കാണിക്കേണ്ടത്. സോ അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ, നിർബന്ധമായിട്ടും വേണ്ടത് ഒരു ബിൽഡിംഗ് വേണം, ഒരു ലാൻഡിൽ വേണം. ബിൽഡിങ്ങും ലാൻഡും കൂടി എന്തായാലും വേണം. ലാൻഡ് മാത്രമായിട്ട്, ഒറ്റയ്ക്കൊരു ലാൻഡ് മാത്രമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരിക്കലും ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ കാണിക്കാൻ പറ്റില്ല. ആരാണ് ഈ ബിൽഡിങ്ങിൽ വരേണ്ട, അല്ലെങ്കിൽ ആരാണ് ഈ റെൻ്റൽ ഇൻകത്തിൻ്റെ ടാക്സബിൾ പേഴ്സൺ, അതായത് ആരാണ് ഈ ടാക്സ് കൊടുക്കേണ്ട വ്യക്തി? ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ ഒരു ലീഗൽ ഓണർ, അതായത് ആരാണോ ആ ബിൽഡിങ്ങിൻ്റെയും ആ ബിൽഡിങ്ങിനോടനുബന്ധിച്ച ലാൻഡിൻ്റെയും ഓണർ, ലീഗൽ ടൈറ്റിലുള്ള വ്യക്തി, അതായത് പട്ടയത്തിലോ ആധാരത്തിലോ എന്താ പേരുള്ള വ്യക്തി. ഇപ്പോൾ ഞാനാണെങ്കിൽ ഞാൻ, വേറൊരു വ്യക്തിയാണ് വേറെ വ്യക്തി. ആ വ്യക്തിയായിരിക്കണം നമ്മളതിൻ്റെ ഓണർഷിപ്പുള്ള വ്യക്തി. അവരുടെ പേരിലാണ് ടാക്സ് വരുന്നത്, അവരാണ് ടാക്സ് കൊടുക്കേണ്ട വ്യക്തി, അല്ലാണ്ട് വേറെ ഒരു വ്യക്തിയല്ല. പിന്നെ ഇതിനകത്ത് ഡീംഡ് ഓണർ എന്ന് പറഞ്ഞിട്ട് 3-4 ക്ലാസിഫിക്കേഷൻസ് പറയുന്നുണ്ട്. പക്ഷേ അത് ഇപ്പം ഒരു ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പോൾ മാത്രമേ അതിനകത്ത് ആവശ്യമുള്ളൂ. അതെന്ന് വെച്ചാൽ, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നമ്മളൊരു മെമ്പർ ആണെങ്കിൽ, ഒരു ഹൗസ് ബിൽഡിംഗ് സൊസൈറ്റി ഉണ്ട്, അതിൻ്റെ അകത്ത് ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നമ്മളൊരു മെമ്പർ ആണെങ്കിൽ നമ്മൾ ഒരു ഓണറായി മാറും. പിന്നെ ഒരു വീട് നമ്മൾ വെറുതെ ഒരാൾക്ക്, അതായത് കൺസിഡറേഷനൊന്നും ഇല്ലാണ്ട് ഫ്രീ ആയിട്ട് ഒരാൾക്ക് കൊടുക്കുകയാണ്, അതാണ് ഡൈവേഴ്സിനല്ലാണ്ട് വെറുതെ ഒരു ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ കൊടുക്കുന്ന ആൾ അതിൻ്റെ ഓണറായിട്ട് മാറും. പിന്നെ ഇപ്പം ട്രാൻസ്ഫർ പ്രോപ്പർട്ടി ആക്ട് സെക്ഷൻ 53A അനുസരിച്ച് വരുന്ന ആൾക്കാർ അതിൻ്റെ ഓണറായിട്ട് മാറും. ലീസിൽ 1 മാസത്തിൽ കൂടുതൽ ലീസ് കൊടുക്കുന്നവർ അങ്ങനെയൊക്കെ ഓണറായിട്ട് മാറും. അങ്ങനെ അതായത് ഡയറക്റ്റ് ഓണർ അല്ലാണ്ട് ഓണറാവുന്ന കേസാണ് ഡീംഡ് ഓണർ എന്ന് പറയുന്നത്. അത് ഇങ്ങനത്തെ വ്യക്തികളാണ്. നോർമലി ശരിക്കും പറഞ്ഞാൽ നമുക്ക് ലീഗൽ ടൈറ്റിലുള്ള വ്യക്തിയാണ് നമ്മളതിൻ്റെ ഓണറായിട്ട് വരുന്ന വ്യക്തികൾ.
ഇനി നമ്മൾ ഹൗസ് പ്രോപ്പർട്ടി ഇൻകത്തിൽ നമ്മൾ വാടകേൻ്റെ മോഡൽ അതായത് നമുക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ മോഡലാണ് നമ്മൾ വരുന്നത്. പക്ഷേ ഇൻകം ടാക്സ് അനുസരിച്ച് പറഞ്ഞ വരുമാനമല്ല അത് ഉദ്ദേശിക്കുന്നത്. അത് പറയുന്നത് വെച്ചാൽ ഗ്രോസ് ആനുവൽ വാല്യൂ, അതായത് നമുക്ക് ആ വീടിൻ്റെ മോഡൽ എന്താണോ ഒരു ആനുവൽ വാല്യൂ ഉള്ളത് അതിൻ്റെ മോഡലാണ് നമ്മൾ വാടകയും മറ്റേതും വരുന്നത്. അതിൻ്റെ മോഡലാണ് ബാക്കി ഡെഫിനേഷൻസ് ഡിഡക്ഷൻസ് ഒക്കെ വരുന്നത്. സോ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? വീടോ അല്ലെങ്കിൽ ഒരു കൊമേഴ്സ്യൽ പ്രോപ്പർട്ടി അതിൻ്റെ മുകളിൽ നമുക്കൊരു എക്സ്പെക്റ്റഡ് റെൻ്റ് ഉണ്ടാവും. അത് എക്സ്പെക്റ്റഡ് റെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കുന്നു, നമ്മൾ പ്രതീക്ഷിക്കുന്നതോ അല്ലെങ്കിൽ സർക്കാർ പ്രതീക്ഷിക്കുന്നതോ അല്ലെങ്കിൽ നോർമൽ ഒരു ജനങ്ങൾ ഒരു പബ്ലിക്കിൽ നമുക്കൊരു എക്സ്പെക്റ്റഡ് റെൻറ്റ് പ്രതീക്ഷിക്കുന്നുണ്ടാവും. അത് നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ ഇത് രണ്ടിൽ ഏതെങ്കിലും ഹയർ ആണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന് എക്സ്പെക്റ്റഡ് റെൻറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ റെൻറ്റ് റിസീവ്ഡ് നമ്മുടെ ഏതാണ് നമുക്ക് കിട്ടുന്ന വാടക. ഇത് രണ്ടിൽ അതായത് കിട്ടുന്ന വാടകയോ അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് റെൻറ്റോ ഇത് രണ്ടിൽ ഏതാണ് കൂടുതൽ വരുന്നത് വെച്ചാൽ അതാണ് നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. എക്സ്പെക്റ്റഡ് റെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ രണ്ട് കാര്യങ്ങളാണ് എക്സ്പെക്റ്റഡ് റെൻറ്റിൽ ഉദ്ദേശിക്കുന്നത്. ഒന്ന് ഫെയർ മാർക്കറ്റ് വാല്യൂ ഓർ മുനിസിപ്പൽ വാല്യുവേഷൻ. ഫെയർ മാർക്കറ്റ് വാല്യൂ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു മാർക്കറ്റിൽ നമുക്ക് ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇപ്പം തിരുവനന്തപുരത്ത് ഒരു സ്ഥലത്താണെങ്കിൽ അതിന് ഒരു റെൻ്റ് ഉണ്ടാവും. അതേസമയം ഇടുക്കിയിലാണെങ്കിൽ അതേ പ്രോപ്പർട്ടിക്ക് തന്നെ നമ്മൾ ഇടുക്കിയിൽ കൊണ്ടുവരികയാണെങ്കിൽ ചിലപ്പോൾ റെൻറ്റ് കുറവായിരിക്കും. സോ നമ്മളൊരു പബ്ലിക്കിൻ്റെ മുകളിൽ ഒരു റെൻ്റൽ ഇത് വരുന്നുണ്ടാവും. നമ്മളൊരു ഇമേജ് ഉണ്ടാവും. ആ ഇമേജിൻ്റെ മുകളിൽ വരുന്ന വാല്യൂ ആണ് ഫെയർ മാർക്കറ്റ് വാല്യൂ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ വേറൊരു വിഷയം എന്ന് വെച്ചാൽ മുനിസിപ്പൽ വാല്യുവേഷൻ. മുനിസിപ്പൽ വാല്യുവേഷൻ എന്ന് വെച്ചാൽ നമ്മളിപ്പം നമ്മുടെ മുനിസിപ്പാലിറ്റി ആയാലും കോർപ്പറേഷൻ ആയാലും ഒരു ടാക്സ് അവരെ ഡിറ്റർമൈൻ ചെയ്യുമ്പോൾ അവർ ചെയ്യുന്ന സമയത്ത് ഒരു റെൻറ്റ് നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ടാവും. ചില സ്ഥലങ്ങളിൽ ഇത്രയൊക്കെ റെൻറ്റ് കിട്ടാം ഇതുണ്ടാവും. അപ്പോൾ ഇത് രണ്ടിൽ അപ്പം ഫെയർ മാർക്കറ്റ് വാല്യൂ മുനിസിപ്പൽ വാല്യുവേഷനും നമ്മൾ എടുക്കുന്നത്. ഇത് രണ്ടിൽ ഏതാ കൂടുതലെന്ന് വെച്ചാൽ അതാണ് നമ്മൾ എക്സ്പെക്റ്റഡ് റെൻ്റായിട്ട് എടുക്കുക. അല്ലെങ്കിൽ നമുക്ക് റെൻറ്റ് റിസീവ്ഡ്, നമുക്ക് വാടകയായിട്ട് കിട്ടുന്ന റെൻറ്റ് ഉണ്ടെങ്കിൽ അതായിരിക്കും ഇതിലേതാ കൂടുതൽ എന്ന് വെച്ചാൽ അതാണ് എടുക്കുക. അപ്പോൾ ഈ റെൻറ്റ് റിസീവ്ഡിൽ നമ്മൾ വേക്കൻസി അലവൻസ് നമ്മൾ എടുക്കുന്നില്ല, അത് കുറയ്ക്കേണ്ടി വരും. അതായത് ഇപ്പോൾ നമ്മൾ വേക്കൻസി അലവൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കുറച്ച് നാളിപ്പം വാടക കിട്ടാണ്ടിരുന്നു, ഒരു 3 മാസത്തോളം നമുക്ക് വീട് പൂട്ടിയിട്ട് കിടന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ വേക്കൻസി അലവൻസ് എന്ന് പറയും. അപ്പോൾ അതിൽ നമുക്ക് റെൻറ്റ് റിസീവ്ഡിൽ നമുക്ക് വേക്കൻസി അലവൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. സോ ഇൻ ഷോർട്ട് ഗ്രോസ് ആനുവൽ വാല്യൂവിൻ്റെ മുകളിലാണ് നമ്മൾ റെൻറ്റ് കണക്ക് കൂട്ടുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ അതെങ്ങനെ കണക്ക് കൂട്ടുന്നത് വെച്ചാൽ എക്സ്പെക്റ്റഡ് റെൻറ്റോ അല്ലെങ്കിൽ റെൻറ്റ് റിസീവ്ഡോ ഇതിൽ ഏതാ കൂടുതൽ എന്ന് വെച്ചാൽ ഫെയർ മാർക്കറ്റ് വാല്യൂ മുനിസിപ്പൽ വാല്യൂഷനോ അതിൽ രണ്ടിൽ ഏതാ കൂടുതൽ വെച്ചാൽ അതാണ് എക്സ്പെക്റ്റഡ് റെൻറ്റ് എടുക്കുക, അല്ലെങ്കിൽ റെൻറ്റ് റിസീവ്ഡ് ഇതിലെടുക്കുക. അതിലിപ്പോൾ നമുക്കൊരു 3-4 മാസം നമുക്ക് റെൻറ്റ് കിട്ടില്ല അല്ലെങ്കിൽ പൂട്ടിയിടുകയാണെങ്കിൽ റെൻറ്റ് കിട്ടിയില്ല അല്ല പൂട്ടിയിടുന്ന ഒരു വീടാണെങ്കിൽ അത് നമുക്ക് അതിൻ്റെ അകത്ത് എക്സ്പെക്റ്റഡ് റെൻറ്റിന് കുറയ്ക്കും. അപ്പോൾ ഇത് രണ്ടിൽ ഏതാ ഹയർ സൈഡ് വരുന്നത് വെച്ചാൽ അതാണ് നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഞാൻ പറഞ്ഞു ഗ്രോസ് ആനുവൽ വാല്യൂ, അതായത് എക്സ്പെക്റ്റഡ് റെൻറ്റോ റെൻറ്റ് റിസീവ്ഡോ ഏതോ കൂടുതലെന്ന് വെച്ചെടുക്കാം. അപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂ നമ്മൾ എടുക്കും. അതാണ് നമ്മുടെ ഒരു ടാക്സിൻ്റെ ബേസ് കാൽക്കുലേഷനിൽ വരുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ എന്താ കുറയ്ക്കാൻ പറ്റുന്നത്? നമ്മൾ കുറയ്ക്കാൻ പറ്റുന്നത് വെച്ചാൽ ഞാനിത് ടാക്സിലേക്ക് എങ്ങനെ എത്തിക്കുന്നതെന്നുള്ള പറഞ്ഞു തരികയാണ്. ഗ്രോസ് ആനുവൽ വാല്യൂ അതിൻ്റെ അകത്ത് മുനിസിപ്പൽ ടാക്സസ്, മുനിസിപ്പൽ ആയാലും കോർപ്പറേഷൻ ആയാലും പഞ്ചായത്ത് ആയാലും നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടി വരും. അപ്പോൾ ആ ടാക്സ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതിൻ്റെ അകത്ത് കുറച്ച് വരുന്ന ഫിഗറാണ് നെറ്റ് ആനുവൽ വാല്യൂ. അപ്പോൾ ആ നെറ്റ് ആനുവൽ വാല്യൂക്ക് എത്താൻ വേണ്ടിയിട്ട് ഗ്രോസ് ആനുവൽ വാല്യൂ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന മുനിസിപ്പൽ ടാക്സ് മാത്രമേ ഉള്ളൂ. ഈ മുനിസിപ്പൽ ടാക്സിൻ്റെ കേസിൽ എന്ന് വെച്ചാൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മുനിസിപ്പൽ ടാക്സ് ആ കൊല്ലം ഏത് ഇയറാണോ നമ്മൾ ടാക്സ് അടയ്ക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇൻകം ടാക്സിലേക്ക് റിട്ടേൺ ഫയൽ ചെയ്യാൻ പോകുന്നത് ആ കൊല്ലത്തിൽ അടച്ച ടാക്സ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതായത് അടച്ചിരിക്കണം നിർബന്ധമാണ്. അതായത് അടയ്ക്കാണ്ട് നമുക്കൊരു പ്രൊവിഷനായിട്ടോ അല്ലെങ്കിൽ നാളെ നമ്മൾ അടയ്ക്കും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അടച്ച് അതിൻ്റെ റെസീറ്റ്, അതായത് മുനിസിപ്പാലിറ്റിൻ്റെയോ കോർപ്പറേഷൻ്റെയോ പഞ്ചായത്തിൻ്റെയോ റെസീറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കുറയ്ക്കാൻ പറ്റുള്ളൂ. അത് ടാക്സിലൊരു ഡിഡക്ഷനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. സോ ദർ ഷുഡ് ബി എ ഡിഡക്ഷൻ ഫ്രം ദ മുനിസിപ്പൽ ടാക്സ് ഇറ്റ്സെൽഫ്. അതാണ് നമ്മൾ നെറ്റ് ആനുവൽ വാല്യൂ NAV എന്ന് പറഞ്ഞിട്ട് വരുന്നത്, നെറ്റ് ആനുവൽ വാല്യൂ എന്നിട്ട് വരുന്നത്.
നെറ്റ് ആനുവൽ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ഗ്രോസ് ആനുവൽ വാല്യൂ മൈനസ് മുനിസിപ്പൽ ടാക്സ് ആണ് നെറ്റ് ആനുവൽ വാല്യൂ എന്നുകൊണ്ട് വരുന്നത്. നെറ്റ് ആനുവൽ വാല്യൂ എടുത്തി. ഈ നെറ്റ് ആനുവൽ വാല്യൂ നമുക്ക് 3 സാധനങ്ങൾ നമുക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ ഒരിക്കലും നമുക്ക് ഈ ഹൗസ് പ്രോപ്പർട്ടി ഇൻകത്തിൽ നമ്മളിപ്പോൾ അതിനകത്ത് ഇൻഷുറൻസ് എടുത്താലോ റിപ്പയർ ചെയ്താലോ അതൊന്നും നമുക്ക് അതിനൊരു എക്സ്പെൻസ് ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ബിസിനസ്സിലാണെങ്കിൽ നമുക്കിപ്പം നമ്മളൊരാൾക്ക് ശമ്പളം കൊടുത്താൽ കിട്ടും, ഇത് കിട്ടും. ഇതിപ്പോൾ കളക്ഷൻ റെൻറ്റ് കളക്ട് ചെയ്യാൻ വേണ്ടി ഒരാളെ വെച്ചാലും അയാൾക്ക് സാലറി കൊടുത്താലും അതൊന്നും നമുക്ക് എക്സ്പെൻസ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല, അതൊന്നും കിട്ടില്ല. ഒരു സിറ്റി ഇൻഡസ്ട്രീസിന് വേണ്ടി ഒരു കേസുണ്ട് സുപ്രീം കോടതിയിൽ, അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. സെക്ഷൻ 22 പ്രകാരമാണ് ഒരു 3 എണ്ണം മാത്രമേ നമുക്ക് ഡിഡക്ഷൻ വരാൻ പറ്റുള്ളൂ. ഒന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, അതായത് സാലറിയിലൊക്കെ വരുന്ന മാതിരി സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അത് 30% ആണ്. അതായത് നെറ്റ് ആനുവൽ വാല്യൂ 100 രൂപയാണെങ്കിൽ അതിൻ്റെ 30% നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. 100%, അത് ഔട്ട്റൈറ്റ് ആയിട്ട് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. അതിൻ്റെ അകത്ത് ഒരു ഇതുമില്ല. നെറ്റ് ആനുവൽ എത്രയാണോ അതിൻ്റെ 30% നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് വരുന്നത് വെച്ചാൽ ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ. അതായത് നമ്മളിപ്പോൾ ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ വേണ്ടി നമ്മളൊരു ലോൺ എടുക്കുന്നു, അല്ലെങ്കിൽ ആ ലോൺ നമ്മൾ ചെയ്യുന്നു. അപ്പോൾ ആ ലോണിൻ്റെ ഇൻട്രസ്റ്റ് നമുക്കിതിനകത്ത് കുറയ്ക്കാൻ പറ്റും. അതിപ്പോൾ ലിമിറ്റഡ് ടു 2 lakhs ആണ് വരുന്നത്. അപ്പോൾ അതിനെക്കാട്ടും കുറവാണെങ്കിൽ അതാണ് എടുക്കാൻ പറ്റും. സോ ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ നമുക്ക് എടുക്കാൻ പറ്റും. ഈ ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ നമ്മൾ അടയ്ക്കണമെന്നില്ല കേട്ടോ. നമ്മൾ മുനിസിപ്പൽ ടാക്സിൻ്റെ കേസിൽ അടയ്ക്കണം എന്നുള്ള നിർബന്ധം പറഞ്ഞു. പക്ഷേ ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ നമ്മൾ അടയ്ക്കണമെന്നില്ല. അത് നമ്മൾ പ്രൊവിഷനായിട്ട് വെച്ചാൽ നമ്മളിപ്പം നാളെ നമ്മൾ അടക്കുമെങ്കിലും ഈ കൊല്ലത്തെ നമുക്ക് എത്രയാണോ ഇൻട്രസ്റ്റ് വരുന്നത് 100 രൂപയാണെങ്കിൽ അത് നമ്മൾ അടച്ചിട്ടില്ലെങ്കിലും അത് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് വെച്ചാൽ ഇൻട്രസ്റ്റ് ഓൺ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ്. അതായത് നമ്മൾ വീട് കെട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് കെട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ലോൺ നേരത്തെ എടുത്തു. അപ്പോൾ ആ ലോണിൻ്റെ ഇൻട്രസ്റ്റ് അന്നേ നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റ് ഓൺ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് നമുക്ക് എടുക്കാം. സോ ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ നമുക്ക് എടുക്കാം, ഇൻട്രസ്റ്റ് ഓൺ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് നമുക്ക് എടുക്കാം. പക്ഷേ ഇൻട്രസ്റ്റ് ഓൺ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് വരുമ്പം ഒറ്റ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. നമ്മൾ ലോൺ എടുത്തിട്ട് 5 കൊല്ലാകുമ്പോഴത്തേക്ക് നമ്മൾ ആ വീടോ കോംപ്ലക്സോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. നമ്മൾ അത് 5 ഇയർ ആയിട്ടാണ് നമുക്ക് ഡിവൈഡ് ചെയ്ത് പോവുക. 5 ഇയേഴ്സിലായിട്ടാണ് ഡിവൈഡ് ചെയ്ത് പോകുക. അതിപ്പോൾ 100 രൂപ ഉണ്ടെങ്കിൽ 20 രൂപ വെച്ചിട്ട് 5 കൊല്ലത്തേക്ക് നമുക്ക് ഇതിനകത്ത് കുറയ്ക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഇൻട്രസ്റ്റ് അടച്ചതിൻ്റെ സർട്ടിഫിക്കറ്റും കൂടി നമ്മൾ ആരാണോ ലോൺ തന്ന ബാങ്ക് അവരുടെ അടുത്ത് നിന്ന് നമ്മൾ വാങ്ങിച്ചു വെക്കണം. അത് എല്ലാ ലോണിനും നല്ലതാണ്. നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൻ്റെ ആവശ്യം വരുന്നില്ല. പക്ഷേ അത് നാളെ ഒരു സ്ക്രൂട്ടിനിയോ നോട്ടീസോ എന്തെങ്കിലും വരികയാണെങ്കിൽ അത് നമുക്കത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ്. സോ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ നെറ്റ് ആനുവൽ വാല്യൂ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന. ഒന്ന് 30% ഡിഡക്ഷൻ, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, നെറ്റ് ആനുവൽ വാല്യൂ 100 രൂപയാണെങ്കിൽ അതിൻ്റെ 30% നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ 2 lakhs വരെ നമുക്ക് ചെയ്യാൻ പറ്റും. അത് അടയ്ക്കണം നിർബന്ധമില്ല. അടയ്ക്കാതിരുന്നാലും നമുക്ക് പ്രൊവിഷനായിട്ടുള്ള ഫിഗർ ആയാലും നമുക്ക് ചെയ്യാം. പിന്നെ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ ലോൺ എടുത്തു, അത് ആ നേരത്തെയുള്ള ലോണാണെങ്കിൽ അത് 5 കൊല്ലം കൊണ്ട് ഡിവൈഡ് ചെയ്ത് പോകാം. പക്ഷേ പ്രോപ്പർട്ടി 5 കൊല്ലം കൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവണം, അതായത് പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളതാണ് വരുന്നത്. ഇൻ ഷോർട്ട്, ഹൗസ് പ്രോപ്പർട്ടി ഇൻകത്തിൽ നമ്മൾ റെൻറ്റിൻ്റെ മുകളിലല്ല വരുന്നത്. ഗ്രോസ് ആനുവൽ വാല്യൂ എന്നുള്ള ഫിഗർ കണ്ടെത്തുക, അതിൻ്റെ മുകളിൽ മുനിസിപ്പൽ ടാക്സ് കുറച്ചിട്ട് നെറ്റ് ആനുവൽ വാല്യൂ എന്നുള്ള ഫിഗർ എത്തുക, അതിൻ്റെ മുകളിലാണ് ടാക്സ് കണ്ടെത്തുന്നത്. പിന്നെ ഹൗസ് പ്രോപ്പർട്ടി ഇൻകം നമുക്ക് ഇൻഡിവിജ്വലിനും വ്യക്തിക്കും ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിക്കും മാത്രമേ ബാധകമുള്ളൂ. ഇപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനമാണ് വാടക കൊടുക്കുന്നതെങ്കിൽ അത് ബിസിനസ് ഇൻകമായിട്ടാണ് വരുന്നത്. പിന്നെ നമുക്ക് ഒരാൾക്ക് സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി ആയിട്ട് 2 പ്രോപ്പർട്ടി വരെ കീപ്പ് ചെയ്യാൻ പറ്റും. അതായത് 2-3 കാര്യങ്ങളുണ്ട്. സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി, റെൻ്റൽ പ്രോപ്പർട്ടി ഉണ്ട്. നമ്മൾ ആ വീട്ടിൽ താമസിക്കാണ്ട് വീട് എടുത്തു നമ്മൾ വേറെ ജോലി സംബന്ധമായിട്ട് നമ്മൾ വേറെ സ്ഥലത്താണെങ്കിൽ അതിനെ സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി എന്ന് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഗ്രോസ് ആനുവൽ വാല്യൂ 0 ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ 2 പ്രോപ്പർട്ടി വരെ നമുക്ക് സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി ആയിട്ട് കീപ്പ് ചെയ്യാം. ബാക്കിയുള്ള പ്രോപ്പർട്ടിക്കെല്ലാം നമ്മൾ റെൻറ്റിൻ്റെ ഗ്രോസ് ആനുവൽ വാല്യൂ കാണിക്കേണ്ടി വരും. അതിൻ്റെ മുകളിൽ നമുക്ക് ടാക്സ് കൊടുക്കേണ്ടിയും വരും. പിന്നെ വീഡിയോ എല്ലാവരും കണ്ടതിൽ നന്ദി. വീഡിയോ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷനുകൾക്ക് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. താങ്ക് യു വൺസ് അഗൈൻ.